education is the passport to the future. Tomorrow belongs to those who prepare for it today. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാളേക്കുള്ളൊരു പാസ്പോർട്ടാണ്. ഇന്ന് ആരാണോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് അവർക്ക് മാത്രമാണ് അത് സ്വന്തമായിട്ടുള്ളത്. വിദ്യാഭ്യാസം ജീവിതത്തിനെ സക്സസ്ഫുൾ ആക്കാൻ അത്യാവശ്യമായൊരു കാര്യമാണ്. ആരാണോ പഠനം നിരന്തരം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അവർക്ക് മാത്രമാണ് സക്സസ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. സക്സസ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ദിവസവും പഠിക്കുക, നിരന്തരം പഠിക്കുക എന്നുള്ള സ്വഭാവം. കണ്ടിന്യൂസ് സ്റ്റഡി ഈസ് ദ മിനിമം റിക്വയർമെൻറ്റ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. നിരന്തര പഠനം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ സക്സസ്ഫുൾ ജീവിതത്തിന് വേണ്ട ഒരു അത്യാവശ്യ സാധനയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എത്ര കാലം പഠിക്കണം, എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നില്ല, എന്നും പഠിച്ചു തുടങ്ങണം. ഇത് പറയുമ്പോൾ സിസ്റ്റർ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം 137 രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു ആത്മീയ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരിക്കുന്ന ദാദി ജാനകിജി, തൻ്റെ 103ാമത്തെ വയസ്സാണ് ദാദിക്ക്. ഇപ്പോഴും ദാദിയുടെ ഒരു സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉൾപ്പുളകം കൊണ്ട് ചാർജായി പോകും. ആ ദാദിയുടെ റൂമിലേക്ക് നമ്മൾ ദാദിയെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ദാദി ബ്രഹ്മകുമാരീസിൻ്റെ മാസികയായിരിക്കുന്ന ജ്ഞാനാമൃതം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കുന്നത് കാണാറുണ്ട്. ദാദിയുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ സാധന കൊണ്ടും ലക്ഷോപലക്ഷം ജനങ്ങളെ ഈ യൂണിവേഴ്സിന് തന്നെ ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തപസ്വിനിയാണ് ദാദി. വിജയശ്രീ ലാളിതയാണ് ദാദി. പക്ഷെ ദാദി ഇന്നും തൻ്റെ പഠനവും തൻ്റെ സാധനയിലും വളരെ സ്ട്രിക്റ്റാണ്. ഏർലി മോർണിംഗ് 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ, ദാദി എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹാളിൽ ഒന്നിച്ചു വന്ന് നമ്മളെ കൊണ്ട് പുലർച്ചെ 4 മണിക്ക് ഒന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. സന്ധ്യയ്ക്ക് 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അത് ഡീപ്പ് സൈലൻസിലേക്ക് ദാദി പോകുന്ന സമയമാണ്. ദാദിയുടെ റൂമിലേക്ക് കടക്കാൻ പെർമിഷൻ കിട്ടുന്ന സമയത്ത് നമുക്കും ആ ഒരു എനർജിയുടെ പവർഫുള്ളായൊരു ഫ്ലോ നമ്മളെയും കൂടി മെഡിറ്റേഷൻ്റെ ലോകത്തേക്ക് ദാദി എടുത്തു കൊണ്ടുപോകും. ദാദിയുടെ സാന്നിധ്യത്തിൽ നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത്ര കറണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ കാര്യത്തിൽ ദാദി എവിടെ ഏത് സ്ഥലത്താണെങ്കിലും തൻ്റെ സാധനയുടെ സമയം ദാദി സാധനയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും. ഇപ്പോഴും ദാദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പഠനമാണ് ജീവിതത്തിൻ്റെ, നിരന്തര പഠനമാണ് ജീവിത വിജയത്തിൻ്റെ താക്കോൽ. കീപ് എഡ്യൂക്കേറ്റിംഗ് യുവർ സെൽഫ്, ദാറ്റ് ഈസ് ദ കീ ഫോർ എ സക്സസ്. കാരണം സക്സസ് എന്ന് പറയുന്നത് വിദ്യയിലൂടെ മാത്രം കിട്ടുന്ന ഒന്നാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു മാറ്റത്തിൻ്റെ ലോകത്താണ്. ഈ ലോകത്ത് മാറ്റമില്ലാത്ത ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് മാറ്റം മാത്രമാണ്. എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ലോകം. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം അത് ആ മാറ്റത്തിനെ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നിത്യം ഒരു വിദ്യാർത്ഥിയായിരിക്കുക, വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥി ജീവിതം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അത്രയ്ക്കധികം നമ്മൾ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ പഠിക്കാൻ തയ്യാറാകണം. ഇത് എല്ലാ ഫീൽഡിലും ആവശ്യമാണ്. അത് അഡ്വക്കേറ്റ് ആണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒരു ഓഫീസറാണെങ്കിലും ഒരു ബിസിനസ്മാൻ ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും ഈവൻ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നിരന്തരം പഠിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഉത്സാഹം നിറഞ്ഞ വിജയത്തിലേക്കുള്ളൊരു ജീവിതത്തിന് ഇത് അത്യാവശ്യമാണ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. പൊതുവെ എല്ലാവരും പഠിച്ചൊരു ജോലി കിട്ടുമ്പോൾ വിചാരിക്കും, ഇനി ജോലിയെല്ലാം കിട്ടി സമാധാനമായി ജീവിക്കാം. ജീവിതത്തിൻ്റെ ആരംഭം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നോ അന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. ലൈഫ് ബിഗിൻസ് ഫ്രം ദി എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതായത് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഇത് എല്ലാ ഫീൽഡിലും എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. ഇത് എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം ഇന്നൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ലായി സ്വീകരിക്കുന്നത് നാളെ അത് ഒരു മിനിമം റിക്വയർമെൻറ്റായി മാറും, ഒരു സാധാരണയായി മാറും. അപ്പോൾ ആ പുതിയ എന്നും ഇമ്പോർട്ടൻ്റായ സ്കില്ല് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് സക്സസ്ഫുള്ളായി ഹാപ്പിയായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1970കളിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി
അന്നത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ല് പഠിച്ചു. വാഹ, ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അറിയോ, വണ്ടർഫുൾ എന്നാണ് അന്നൊക്കെ സങ്കല്പിച്ചിരുന്നത്. 1980കളിലത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മിനിമം റിക്വയർമെൻറ്റ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് എന്തായിരുന്നു? അന്നത്തെ ഇമ്പോർട്ടൻറ്റ് സ്കിൽ കമ്പ്യൂട്ടർ വന്ന കാലഘട്ടം. കമ്പ്യൂട്ടർ അതൊരു വല്ലാത്തൊരു വിദ്യ. കമ്പ്യൂട്ടറൊക്കെ അറിയോ? ഓ, നല്ല പഠിപ്പാണല്ലോ, ആ സങ്കല്പമായിരുന്നു. 1990 ആകുമ്പോഴേക്കും കമ്പ്യൂട്ടർ മിനിമം റിക്വയർമെൻറ്റായി മാറി. പിന്നെ എന്തായി? എക്സൽ അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ പഠിക്കണം. ഡിഫറെൻ്റ് ആയ പ്രോഗ്രാംസുകൾ ആർക്കറിയോ അവരായി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ അറിയുന്ന ആളുകൾ. പതുക്കെ 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 കാലം മാറി മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും എക്സ്പെർട്ടൈസ് ആയിരിക്കണം. അതായത് കോഡിംഗ് അറിയോ, മൈക്രോസോഫ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ അറിയോ, ആ അവസ്ഥയിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒപ്പം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അഥവാ നമ്മൾ പറയുകയാണ്, ഓ ഞാൻ പഠിച്ചു കഴിഞ്ഞു, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്, എൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു, പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ചിന്ത എപ്പോൾ വരുന്നോ നമ്മുടെ വളർച്ച അവിടെ നിന്നു. സത്യത്തിൽ പ്രാക്ടീസ് മേക്സ് മാൻ ബെറ്റർ എന്ന് നമ്മൾ ഇത്തരണത്തിൽ ചിന്തിക്കണം. എത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രയും കൂടുതൽ നമ്മൾ പഠിക്കുന്നോ, അത്രയും അനുദിനം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിനെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാലം എന്നൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം നമ്മളും പഠിച്ചുകൊണ്ടിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ദിവസം പഠിപ്പ് നിർത്തി എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നർത്ഥം. മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നോട്ട് നടക്കാൻ തുടങ്ങി എന്നർത്ഥം. പിന്നോട്ട് നടക്കുന്ന ഒരാൾക്കും ഒരിക്കലും വിജയത്തിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. ഇത്തവണത്തിൽ ഒരു പ്രാവശ്യം മലയാള മനോരമ പേപ്പറിൽ സിസ്റ്റർ വായിച്ചിട്ടുണ്ടായിരുന്നു, യാത്രക്കാരാ മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴാണോ മുന്നോട്ട് പോകാതിരിക്കുന്നത് ആ സമയത്ത് പിന്നിലൂടെ വരുന്നവർ നമ്മുടെ മുകളിലൂടെ നടന്നു പോകും. നമ്മൾ നിൽക്കാമെന്ന് വിചാരിച്ചാൽ നിൽക്കാൻ പോലും സാധ്യമല്ല, അവിടെ വീഴും, നമ്മളുടെ മരണം സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ ദിവസവും എന്ത് ചെയ്യണം? എത്തിച്ചേർന്നും വിചാരിക്കരുത്, ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസവും പുതിയത് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മൈക്രോസോഫ്റ്റിൻ്റെ CEO ആയിരിക്കുന്ന സത്യ നടേല പറയുന്നത്, നിങ്ങളെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴാണോ പഠിപ്പ് നിർത്തുന്നത് അതോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവും അവസാനിക്കുകയാണ് എന്നാണ്. അതുപോലെ പെപ്സിയുടെ CEO ആയിരിക്കുന്ന ഇന്ദിര നൂയി പറയുന്നതും, അവരും പറയുന്നു, ഞാൻ എന്നാണോ ഞാൻ ഇത് പെപ്സിയുടെ CEO ആയി എന്നൊരു വിചാരത്തിൽ, ലക്ഷ്യത്തിലെത്തിയെന്നൊരു വിചാരത്തിലെത്തുന്നത്, അതോടുകൂടി എൻ്റെ യാത്ര അവസാനിക്കുകയായി. പഠിപ്പ് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം, പഠിപ്പിൻ്റെ സ്പീഡ് കൂട്ടണം, ആശയങ്ങളെ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ്. ഇതുപോലെ ആപ്പിൾ കമ്പനിയുടെ CEO ആയിരിക്കുന്ന സ്റ്റീവ് ജോബ്സ് പറയുന്നത്, നിങ്ങൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം, എന്നും നിങ്ങൾക്ക് പുതിയതെന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ദിവസവും നിങ്ങൾ കൂടുതൽ പഠിക്കണം. പഠിക്കും തോറും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. എത്രയും ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നോ അത്രയും നിങ്ങളുടെ ആശയങ്ങൾ വർദ്ധിക്കും. എത്രയും ആശയങ്ങൾ വർദ്ധിക്കുന്നോ നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കും. എത്രയും ജ്ഞാനം വർദ്ധിക്കുമോ നിങ്ങൾ സക്സസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ മഹാന്മാരും ഇത്രയും അവരുടെ ഉയർന്ന പദവിയിലെത്തിയിട്ട് പോലും ജ്ഞാനം നേടാനുള്ള ദാഹം, ആ നിരന്തരമായ ദാഹമാണ് അവരെ ഇന്നും അനശ്വരന്മാരാക്കിക്കൊണ്ട് ലോകത്തിലെല്ലാവരുടെ മുന്നിലും അവരുടെ പേരുകൾ ഓർമ്മ വരുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നത്. അപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിലും ഉയർന്ന അവസ്ഥയിലേക്ക് പോകാൻ പഠനത്തിൽ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ നിന്നു പോകരുത്. എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യവും സക്സസ്സും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ഡെയിലി പഠിക്കുന്നുണ്ട്, ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അഥവാ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് അവനവനെ അതിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് സ്വയം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്? എന്തെല്ലാം ബുക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം പ്രോഗ്രാമുകളാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ഫേസ്ബുക്കിനാണ് ഞാൻ ലൈക്ക് അടിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കണം. നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകണം. കാരണം എത്ര കൂടുതൽ നമ്മൾ പഠിക്കുന്നോ അത്രയും നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇനി പഠിക്കുന്ന സമയത്തും നോട്ട് കുറിക്കാൻ മറക്കരുത്.
നോട്ട് കുറിച്ചെടുത്ത കാര്യങ്ങൾ പുസ്തകത്തിൽ മാത്രം ശേഷിക്കരുത്, നമ്മുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹീറോയിൻസ് ആരാണോ അവരുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അവർ സ്വന്തമാക്കിയിരിക്കുന്ന രീതികൾ എന്തൊക്കെയാണോ അത് നമ്മളും സ്വന്തമാക്കണം. വേറെ ഒന്നുകൊണ്ടുമല്ല, എന്താണോ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയും ഉയർച്ചയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, എത്രയും സക്സസ് വേണം നമ്മൾ ആഗ്രഹിക്കുന്നോ, ആ സക്സസ്സിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ആ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. ഏത് ഫേസ്ബുക്കാണ് നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, അത് നമുക്ക് ശ്രദ്ധ വേണം. എന്താണ് നമ്മൾ വായിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ വിദ്യയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം. വിദ്യയാണ് സക്സസ്സിലേക്കുള്ള താക്കോൽ. എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു ഓപ്പൺ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന സ്വർണ്ണവാതിൽ തുറക്കാൻ ഉള്ള താക്കോലും എഡ്യൂക്കേഷൻ തന്നെയാണ്. സക്സസ്സിലേക്കുള്ള താക്കോൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് നിരന്തരം പഠിച്ചുകൊണ്ട് ലക്ഷ്യം വരെ വിശ്രമമില്ലാതെ ജീവിത വിജയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ പഠനം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മാറ്റത്തിനൊപ്പം ഉത്സാഹഭരിതരായി പോകാനും വിജയശ്രീലാളിതരാകാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ സിസ്റ്റർ ആശംസിക്കുകയാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.